ജമൈക്കയിലത്തെ മലയാളി തറവാട് 35 കുടുംബങ്ങളോടുള്ള ഒരു തറവാട്ടിലേക്ക് നമ്മൾ പോകണം കേട്ടോ. അച്ഛൻ്റെ വീട്ടുകാരും അമ്മയുടെ വീട്ടുകാരും മൊത്തം ഫാമിലീസ് ഞങ്ങൾ അവിടെ നാട്ടിൽ നിന്ന് വന്നിരിക്കുകയാണ്. ബിസിനസ് സാധ്യതയും ജോലി സാധ്യതയെ പറ്റി എന്തൊരു പറയാനുള്ളത്? 20 വർഷമായിട്ടുണ്ടോ ജമൈക്കയില്? ക്രിക്കറ്റ് എന്ന് പറയുന്നതല്ല നമ്മുടെ മനസ്സിൽ. അതെ, വെസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണല്ലോ. നമ്മൾ അടുത്ത കളി കളിക്കാൻ ഇറങ്ങിട്ടാ. ഇടി ഉണ്ടാവില്ല എന്നുള്ളൂ. അമ്മരുത്തി കലിപ്പാട്ടാ. ക്രിസ് ഗെയിലിന്റെയും ബ്രെയിൻ ലാറയുടെ ഒക്കെ ജന്മഗ്രൗണ്ട്, ഹോം ഗ്രൗണ്ടിലാണ് നമ്മൾ ഇറങ്ങുന്നത്. കോഹ്ലിയും സച്ചിനും എല്ലാവരും വെച്ചിട്ടുള്ള പിക്ചർ നമ്മൾ കാണണടാ. ഈ ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ റൺ സ്കോർ ചെയ്തിട്ടുള്ള ക്രിസ് ഗെയിൽ തന്നെയാടാ. ക്രിസ് ഗെയിലിന്റെ ജന്മനാടും കൂടിയാണല്ലോ. ഹായ്, ട്രാവലിസ്റ്റയുടെ ജമൈക്കൻ എപ്പിസോഡുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെന്ന ഇന്ത്യക്കാരന് അല്ലെങ്കിൽ നമ്മളെന്ന മലയാളിക്ക് വെസ്റ്റ് ഇൻഡീസ് എന്ന പേര് ഒരിക്കലും മാറ്റിമറിക്കാൻ പറ്റില്ല. കാരണം നമ്മളെല്ലാവരും ക്രിക്കറ്റ് ഭ്രാന്തന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെസ്റ്റ് ഇൻഡീസിലത്തെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഐലൻഡും ഏറ്റവും പ്രധാനപ്പെട്ട ഐലൻഡുമായിട്ടുള്ള ജമൈക്കയിൽ വന്നു കഴിഞ്ഞാൽ അല്ലക്കന്നെടാ. ജമൈക്കയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ക്രിക്കറ്റ് സ്റ്റേഡിയം. ബ്രെയിൻ ലാറയുടെയും ക്രിസ് ഗെയിലിൻ്റെ ഒക്കെ ജന്മനാട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് കാണാതിരിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് വെസ്റ്റ് ഇൻഡീസ് ടീമിനോടും അല്ലെങ്കിൽ വെസ്റ്റ് ഇൻഡീസ് ബോളറായ ആംബ്രോസിനോട് ഇഷ്ടം തോന്നിയിട്ടാണ് എൻ്റെ മൂത്ത മകന് ആംബ്രോസ് എന്ന് പേരിട്ടത്. അപ്പോൾ ആ വെസ്റ്റ് ഇൻഡീസ് ടീമിൻ്റെ ഒരു മെയിൻ ഹബ്ബിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. കണ്ണഞ്ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. കണ്ണഞ്ചേട്ടാ, സബീന പാർക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മതിലുമ്പോൾ മൊത്തം ഇവിടുത്തെ പ്ലേയേഴ്സ് ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഫോട്ടോസ് വെച്ചിട്ടുണ്ടാ. ഈ വെസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടത്തിനോടൊപ്പം തന്നെയാണ് ക്രിക്കറ്റ് ഫുട്ബോൾ. പക്ഷേ ഒളിമ്പിക്സിലും വേൾഡ് കപ്പിലൊക്കെ എടുത്തിരിക്കുന്നത് ക്രിക്കറ്റാണ് മാത്രം അല്ലേ? അടിപൊളി. അപ്പോൾ നമ്മൾ സബീന പാർക്കിലേക്ക് പതുക്കെ എൻ്റർ ചെയ്യാൻ പോകട്ടോ. ഈ എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ ഇവരുടെ പ്രമുഖരായിട്ടുള്ള എല്ലാവരും പടങ്ങൾ അടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിതിൽ കാണുമ്പോൾ പഴയ ആൾക്കാരൊക്കെ ഉണ്ട്. അതിപ്പോൾ ക്രിസ് ഗെയിൽ നമുക്ക് ആദ്യം സ്പോട്ട് ചെയ്യാൻ പറ്റി. ക്രിസ് ഗെയിൽ, സാമുവൽസ്, ബ്രെയിൻ ലാറ, ആംബ്രോസ് ചെക്കൻ. ആംബ്രോസിൻ്റെ മോനത് കാണണ്ടാണ് കേട്ടോ. പണ്ട് 90s കിഡിനറിയാം, നമ്മൾ ബിഗ് ഫാൻ കളിക്കാറുണ്ടല്ലോ പണ്ട്. അപ്പോൾ അതിൽ ആംബ്രോസ് വന്നു കഴിഞ്ഞാൽ ബോളിങ് ആവറേജ് വേറെ ലെവലാണ്. അപ്പോൾ ആംബ്രോസ് അന്നും ഇന്നും ആ ഇഷ്ടം കൊണ്ടാണ് എൻ്റെ മോനെ ആ പേരിട്ടാണ് ഞാൻ. അതുപോലെ ഇവരുടെ മെയിൻ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു ഒരു കൗതുക കാഴ്ചയാണ്. എന്തായാലും ആ സ്റ്റേഡിയത്തിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാം കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിലേ നമ്മൾ വേറൊരു സംഭവം ഉൾക്കൊള്ളിക്കുന്നുണ്ട്. നമ്മുടെ മലയാളികൾ ഇവിടെ കുറേ ഉണ്ടല്ലോ. അപ്പോൾ മലയാളികൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ക്രിക്കറ്റ് കളിക്കാൻ വരുന്നു പറയുന്നുണ്ട് സ്റ്റേഡിയത്തിൽ കളിക്കാൻ പോവാ. അപ്പോൾ നമ്മളിന്ന് അത് നമ്മൾ ക്യാപ്റ്റനായിട്ട് ഇവിടെ ക്രിക്കറ്റ് കളിക്കും. വെസ്റ്റ് ഇൻഡീസിൽ വന്നിട്ട് ക്രിക്കറ്റ് കളിക്കാണ്ട് എന്തൊട്ട് ഇന്ത്യക്കാരനാണ്. അപ്പോൾ ആംബ്രോസിൻ്റെ പോലെ നമ്മൾ എറിയുന്നു. നമ്മളിവിടെ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ബാറ്റ് പിടിച്ചിട്ട് ചേട്ടൻ കേട്ടോ. നോക്കിയാൽ ആർട്ടെന്നൊക്കെ പറഞ്ഞാൽ ആർട്ടിൻ്റെ പീക്ക് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ പ്രതാപകാലത്ത് ഇന്ത്യൻ ടീമിനാണ് അവരുടെ പ്രതാപകാലത്ത് നിന്ന് നിലത്തേക്ക് ഇറങ്ങാനായിട്ട് പറ്റിയത്. 2 തവണ അടുപ്പിച്ച് വേൾഡ് കപ്പ് വെസ്റ്റ് ഇൻഡീസ് എടുത്തിട്ട് 3ാമത്തെ പ്രാവശ്യം എടുക്കാൻ പറ്റുന്ന ഒരു തോന്നൽ വന്നു. പക്ഷേ കപിൽ ദേവും ടീമും 1983 കപ്പ് അവരെന്ന് തിരിച്ചു പിടിക്കണം. ഇന്ത്യയുടെ ആദ്യത്തെ വേൾഡ് കപ്പ് ആണെങ്കിലും ആ വേൾഡ് കപ്പിന് അവർ 3ാമത്തെ വേൾഡ് കപ്പ് എടുക്കാൻ പോകേണ്ട വലിയൊരു സംഭവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെ ഇന്ത്യ തോൽപ്പിച്ച് ഇന്ത്യ അങ്ങനെ ആദ്യത്തെ വേൾഡ് കപ്പ് 1983 നേടിയിട്ട് 2 പ്രാവശ്യം അടുപ്പിച്ച് നിൽക്കായിരുന്നു. അവർ ആ ഒരു പഞ്ചിൽ നിൽക്കുന്ന സമയത്താണ് ഇന്ത്യ വന്ന് അടിച്ചിട്ടാണ് വരാം. ഇതൊക്കെ പറയുമ്പോൾ ഇന്ത്യനെ നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ലേ. നമ്മളിത് ആ സ്റ്റേഡിയത്തിൻ്റെ ഒരു സൈഡിലേക്ക് വണ്ടി ഓടിച്ച് എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ. കോഹ്ലിയും ലാസ്റ്റ് എന്നാ ഇവിടെ കളി കാണുന്നത്? ഒരു ഇന്ത്യൻ കളി 3 വർഷം മുമ്പാണ്. 3 വർഷം ഇന്ത്യ ന്യൂസിലാൻഡ് ടെസ്റ്റ്. അപ്പോൾ നിങ്ങൾ കൂടെ വരുന്നുണ്ട്? നമ്മൾ കണ്ടു കളി എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സപ്പോർട്ട് കൊടുക്കാറുണ്ടോ? തീർച്ചയായിട്ടും. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ കോഹ്ലിയെ തോൽപ്പിച്ചു. സെൽഫി എടുക്കാൻ ചോദിച്ചിട്ട് സമ്മതിച്ചില്ല. ഫോട്ടോ എടുക്കാൻ ബാക്കി എല്ലാവരും സംഭവിച്ചു. പക്ഷെ പുള്ളി സംഭവിച്ചു. കോഹ്ലി ബാറ്റ് ഞങ്ങൾ കോഹ്ലി തോൽപ്പിച്ചു. ഡെക്കൽ ഔട്ടാവുകയും ചെയ്തു. കുയ്യാരനാണ് നമ്മൾ മലയാളികളെ അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങിയിരിക്കേണ്ട സുഹൃത്തുക്കളെ ഇതൊക്കെ തുരുമ്പുമ്മയാണല്ലോ ഇച്ചിരി നിൽക്കണ അല്ലെത്തിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ അകത്ത് കയറാൻ പോട്ടെ. അവിടെ നമുക്ക് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ പറ്റുമോ? നമ്മുടെ നാട് പോലെയല്ല. ഇവിടെ ആരും വഴക്ക് പറയത്തില്ല. ഫ്രണ്ട്ലിയാണ്. എപ്പോഴും ഇറങ്ങി ഫോട്ടോ എടുക്കാം. അത്യാവശ്യം ഇവിടെ ക്രിക്കറ്റ് കളിക്കാർ വന്നാലും നമുക്ക് അത്യാവശ്യം അവരെ കാണാനും സംഭവത്തിനൊക്കെ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും ഇറങ്ങി കാണാം. നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെയല്ലോ. ഗാലറി ഉണ്ടല്ലേ, ഗ്രൗണ്ടിനോട് ചേർന്നായിരിക്കുന്നത്. ഇവരെ സേഫ്റ്റി എങ്ങനെ ഉറപ്പുവരുത്തുക കളിക്കാരുടെയൊക്കെ? അത് കുഴപ്പം. ഇവിടെ അങ്ങനെ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ ആരും തട്ടിക്കൊണ്ടുപോകാൻ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ആലോചിക്കാൻ പറ്റുമോ? നമ്മുടെ സബീന പാർക്ക് ഇത് കാണുമ്പോൾ ചെറിയൊരു ഗ്രൗണ്ട് കേട്ടോ. വലിയ തിരക്കുമ്പോഴൊന്നുമില്ല കേട്ടോ. സബീന പാർക്ക് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തിരിക്കട്ടോ. ക്രിസ് ഗെയിലിൻ്റെയും ബ്രെയിൻ ലാറയുടെ ഒക്കെ ജന്മഗ്രൗണ്ട്, ഹോം ഗ്രൗണ്ടിലാണ് നമ്മൾ ഇറങ്ങുന്നത്. ആ ഗ്രൗണ്ടിലേക്ക് നമ്മളിത് ടീം ട്രാവലിസ്റ്റ കുത്തിരിക്കട്ടോ. അതിങ്ങനെ വന്നപ്പോൾ നേരത്തെ എൻ്റർ ചെയ്തപ്പോൾ വലിയ വലിപ്പം തോന്നില്ല കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ അല്ലേ
ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുമ്പോൾ വലിപ്പം അറിയുള്ളൂ. കാണുമ്പോൾ ചെറിയ ഗ്രൗണ്ടാണ്. പക്ഷെ ഇവിടെ നമ്മുടെ നാട്ടിലത്തെ പുല്ല് പോലെയാണ്. നമ്മുടെ നാട്ടിൽ പറമ്പിലും പാടത്തും കാണുന്ന പുല്ലില്ലേ, ആ പുല്ല് പോലെ നോക്കിയേ. ഇതുണ്ടോ 2-3 പുല്ല് മിക്സിങ് ആണ് അല്ലേ? നമ്മുടെ ഈ പാടത്തുണ്ടാവുന്ന പുല്ലിന്റെ ഗാർഡൻ പുല്ലായിട്ട് മിക്സ് ആടാ. അതിൽ വലിയ പുല്ല് ചെറിയ പുല്ലൊക്കെ ഉണ്ട്. ഇതാണ്ടാ പുല്ലെല്ലാം ഉണ്ട്. ഇങ്ങനെ കാണുമ്പോ ഏത് കോർട്ട് ഇന്റർനാഷണൽ ആക്കാൻ പറ്റുന്ന തോന്നണ പോലെ അല്ലേ? വലിയ സ്റ്റേഡിയം കാണുമ്പോൾ ചെയ്താന്ന് തോന്നുന്നു. അടുത്ത മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കട്ടാ. ഇവിടെ നമ്മളെ ഈ കളിക്കാൻ വരുമ്പോ എല്ലാവരുടെ കയ്യിലും ബിയർ കുപ്പി ഉണ്ടാവാറുണ്ടല്ലോ. അതെങ്ങനെ ഇവർ കിട്ടണ? ഇവിടെ ബിയർ കുപ്പി മാത്രമല്ല, ഈ സ്റ്റേഡിയത്തിനകത്ത് 3-4 ബാറുണ്ട്. അകത്ത് വാങ്ങിക്കാൻ പറ്റില്ല, പുറത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ അതിനകത്ത് കുപ്പി വാങ്ങിക്കുക, ഈ ഗാലറിയിൽ ഇരുന്ന് നമ്മൾ കൂട്ടി ചുമ്മാ ഇരുന്ന് അടിക്കുക. ഒരു പ്രശ്നമല്ല ഇവിടെ, നമ്മുടെ നാട് പോലെയല്ല, എല്ലാം ഫ്രീ ആണ്. ആർക്കും ഒരു പ്രശ്നമില്ല. ആർക്കും ഒരു പ്രശ്നമില്ല. അത് അലമ്പുണ്ടാക്കില്ല എന്നുള്ളത്. ഒരാൾക്കാർ വെള്ളം അടിച്ചിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ബാറുകളൊക്കെ 3 ഏരിയയിലാവല്ലോ ലൊക്കേറ്റ്. പിന്നെ എക്സ്ട്രാ കൗണ്ടർ വേറെ കാണും. വേറെ ഉണ്ട്. എനിക്ക് അത്ഭുതമായത് ഇവിടുത്തെ പുല്ല് ഉണ്ടാക്കിയിട്ടുള്ള സംഭവം. നമ്മുടെ നാട്ടിൽ ശരിക്കും പാടത്തും ഇപ്പം വീടുകളുടെ മുമ്പിലൊക്കെ ലോൺ വിരിക്കില്ല, അതേപോലത്തെ സെറ്റപ്പാണ്. നമ്മൾ കൊച്ചിയിലത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മിനിസായിട്ടുള്ള പുല്ലല്ലേ. ഇതെല്ലാ പുല്ല് നേരത്തെ കാണിച്ച പോലെ പലതരം പുല്ല് മിക്സ് ചെയ്തിട്ടാണ് അവരുണ്ടാക്കി വെച്ചിരിക്കണേടാ. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, ഇവിടെ വേണമെങ്കിൽ നടക്കാമല്ലേ? കറുത്ത ഗ്ലാസ് കണ്ടില്ലേ? അത് ഇവിടെ 6 അടിച്ച ഗ്ലാസ് എല്ലാം പൊട്ടിയിട്ടുണ്ട്. എന്നിട്ട് അവർ മാറ്റിയിടും. അത് AC ആണോ അതിൻ്റെ ഉള്ളിൽ? അല്ല, AC. കളിക്കാർ അവിടെ ഇരിക്കും. രണ്ട് സൈഡിലായിരിക്കുന്നത്. ചോപ്പ് വെച്ച് രണ്ട് സൈഡിൽ കളിക്കാരിരിക്കുന്നത്. ഇവിടെ ഒരെണ്ണം അവിടെ ഈ സ്റ്റെപ്പ് വഴി കയറി ഇറങ്ങി ചെയ്യുന്നവർ. അപ്പോൾ ഒരു ടീം ഇന്ത്യൻ ടീമാണെങ്കിൽ ഇവിടെ മറ്റേ വെസ്റ്റ് ഇൻഡീസ് ആണെങ്കിൽ അതല്ലേ? അതായത് നമ്മള് കോഹ്ലിയും സച്ചിനും എല്ലാവരും വെച്ചിട്ടുള്ള പിക്ചർ നമ്മൾ കാണണടാ. ഇതിലേക്ക് അങ്ങനെ എൻട്രി വരുന്നില്ല. നമ്മൾ ഓവർ എക്സൈറ്റ്മെന്റും ഓവറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചീത്ത പറഞ്ഞു ചിലപ്പോൾ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സ്റ്റേഡിയത്തിൽ പറ്റുന്ന കാര്യമാണോ? നാട്ടിലെ ഇങ്ങനെ സ്റ്റേഡിയത്തിൽ ഇറങ്ങാൻ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ? ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതാണ് കണ്ണഞ്ചാടം പറയണ്ട. ഇപ്പൊ ചിന്തിക്കാൻ പറ്റില്ല, അത് മതി. നമ്മുടെ ഒരു ടാഗ് ലൈൻ ആയപ്പോളേ ഇവിടുന്ന് ബാറ്റ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കും നിങ്ങൾ. ഒക്കെ അടിച്ച് അപ്പുറത്തേക്ക് ഇടണമെങ്കിൽ പണിയുണ്ട് കേട്ടോ. ഇവിടെ ഒരു 4 പിച്ചിന് 3 പിച്ചിന് സ്പേസ് കണ്ടിട്ടുണ്ടാ. കോഹ്ലിയൊക്കെ വരച്ചിട്ടുള്ള കാലുകൊണ്ട് വരച്ചിട്ടുള്ള ഏരിയ കേട്ടത്. നമ്മൾ ഇന്ന് നേരത്തെ പറഞ്ഞില്ലേ മലയാളികളോട് ക്രിക്കറ്റ് കളിക്കാൻ പോകാൻ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈഫ് സ്റ്റൈലാണ്. നമ്മൾ കുറേ വ്ളോഗിങ്ങും വലിയ സംഭവമൊന്നും കളിക്കുന്നുണ്ടെങ്കിലും ഇവിടുത്തെ ലൈഫ് സ്റ്റൈല്, ഇവിടുത്തെ സാധാരണക്കാരെങ്ങനെയാണ് ജീവിക്കണത്, മലയാളികൾ എങ്ങനെ ജീവിക്കണത് എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കിട്ടാ. ജമൈക്കൻ സീരീസ് ഉണ്ടല്ലോ, ആലോചിക്കാൻ പറ്റില്ല. സീസൺ 1 എനിക്ക് തോന്നണത്. അതും ക്ലാസ് തന്നെയാണെന്നുള്ള മൊത്തം ക്ലാസ്. കിങ്സ്റ്റൺ ക്രിക്കറ്റ് ക്ലബ്ബ് സാധാരണ ഒരു ചെറിയൊരു ക്ലബ്ബായിട്ട് തുടങ്ങിയതാന്ന് തോന്നുന്നുണ്ടല്ലോ. എനിക്കാണ് പിന്നീട് ഗാലറിയൊക്കെ പണിതെന്ന് തോന്നുന്നുണ്ടല്ലേ. നമ്മൾ നാട്ടിലത്തെ അരനാട്ടര ഒരു ക്രിക്കറ്റ് ക്ലബ്ബുണ്ട്. നമ്മൾ ചെറിയ കൗണ്ടികൾ കളിക്കാൻ പോകുമ്പോൾ കാണുന്ന ഒരു 2 സ്റ്റോറി ബിൽഡിങ്ങാണ് ആദ്യം ഒരു പണിതെന്ന് തോന്നുന്നുണ്ടാ. അത് കഴിഞ്ഞിട്ടാണ് ഇത്രയ്ക്കും വലിയ സ്റ്റേഡിയം അവർ എടുത്ത് പൊക്കിയിരിക്കണം കേട്ടോ. ലൈറ്റും സംഭവങ്ങളൊക്കെ അടിപൊളി. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സേഫ്റ്റി ഇല്ലാട്ടാ. ഇവിടെയൊക്കെ പുല്ല് വളർന്നു കേട്ടോ. നോക്കി ചെയ്തോണ്ടാ ഏകദേശം 8-10 അടിക്ക് 10 ഇഞ്ചിന് പുല്ല് വലുതായിട്ട് കേട്ടോ. അപ്പോൾ കിങ്സ്റ്റൺ ക്രിക്കറ്റ് ക്ലബ്ബ് കണ്ടുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത്. ഇനി അടുത്തത് നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ പോകണം. പൊളിക്കണം കിങ്സ്റ്റൺ ക്രിക്കറ്റ് ക്ലബ്ബ്. ഇതൊക്കെ കാണുമ്പോഴേ എന്തോ ഒരു സ്വപ്നം കണ്ടുപോണ പോലെ തോന്നണം കേട്ടോ. ഈ ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ റൺ സ്കോർ ചെയ്തിട്ടുള്ള ക്രിസ്കേൽ തന്നെയാ. ക്രിസ്കേലിൻ്റെ ജന്മനാട് കൂടിയാണല്ലോ ക്രിസ്കേൽ. ഞാനതിൽ നെറ്റിൽ നോക്കിയപ്പോഴേ 7ാം സ്ഥാനം കിടക്കുന്നത് യുവരാജ് സിംഗ് കേട്ടോ. ക്രിസ്കേലും ചന്ദ്രബോളൊക്കെയാണ് ആദ്യത്തെ 2-3 സ്ഥാനങ്ങളുള്ളത്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തിട്ടുള്ള ബ്രാവോണ്, DJ ബ്രാവോ. ഇവിടെ നോക്കുമ്പോൾ അത്യാവശ്യം വലുപ്പമായിട്ടാ. എന്നാലും തൊട്ടടുത്ത് കളിക്കാർ നിൽക്കണ പോലെ ഒക്കെ ഫീൽ ചെയ്യല്ലേ? അവിടെ പോയി നിന്ന് പറയുമ്പോൾ അവർ വിളി കേൾക്കുമോ? കൈ കൊടുക്കാം. അതെ. അപ്പോൾ ക്രിസ്കേൽ ബ്രെയിൻ ലാറ ബൈ ബൈ. ഇവിടെ ഇന്ന് ക്രിക്കറ്റ് കളി വന്നാലും ഏകദേശം ഫുള്ളായിരിക്കും അല്ലേ? ഗാലറി ഫുള്ളായിരിക്കും. നമ്മുടെ കൊച്ചി സ്റ്റേഡിയത്തിനേക്കാളും അത്ര വലിപ്പമില്ല, ചെറിയൊരു സ്റ്റേഡിയമാണ്. സ്റ്റേഡിയത്തിൻ്റെ പുറത്തേക്കൊക്കെ വരുമ്പോൾ നോർമൽ ഇവിടുത്തെ ചേരികളിലൂടെ പോകാൻ പോലത്തെ ഒരു ഫീലിംഗ് ഒക്കെ കിട്ടണല്ലോ എനിക്ക്. അതിൻ്റെ അടിയിൽ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കൊച്ചി സ്റ്റേഡിയത്തിൻ്റെ അടിഭാഗത്ത് കടകളുള്ള പോലെ ഇതിൻ്റെ അടിയിലും കുറേ കടകളും പരിപാടികളൊക്കെ ഉണ്ട്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ജമൈക്കൻ മാർക്കറ്റും പരിപാടികളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ശരിക്കും നമ്മൾ തിരക്കുള്ള ദിവസം പോയി കാണിക്കും.
അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് മുതലാണ് നമ്മൾ ജമൈക്കൻ സീരീസ് തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടാവും കേട്ടോ. നമ്മൾ സബീന പാർക്ക് സ്റ്റേഡിയത്തിൻ്റെ മുമ്പിൽ കൂടെ വിട പറഞ്ഞുകൊണ്ട് പോകണം. നല്ല അംബ്രോസ് ഇവിടെ ഉണ്ട്. അംബ്രോസ് ഇവിടെ എൻട്രി ക്ലോസ് ചെയ്തിരിക്കുക. കാരണം നമ്മൾ ബാക്കി കൂടെ പോയിട്ടോ. നമ്മൾ ഇതൊക്കെ പറയണമെങ്കിലും ടൊയോട്ട ജപ്പാനിൽ നിന്ന് കുറേ ടൊയോട്ട വണ്ടികൾ വരുന്നുണ്ട് എന്നൊക്കെ പറയണമെങ്കിലും ചൈനീസ് കാർ കമ്പനി G-Tourൻ്റെ ഒക്കെ കാറിൻ്റെ ഷോറൂമാണ്. 6 കൊല്ലം വാറണ്ടി, 3 കൊല്ലം സർവീസ് വാറണ്ടി എന്നൊക്കെ പറഞ്ഞാൽ നോക്കിയാൽ നമ്മുടെ ഡിഫൻഡറിൻ്റെ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് വെർഷൻ ഉണ്ട് G-Tour. പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയാൻ പറ്റില്ല, പവർ സാധനം തന്നെ ഉണ്ടല്ലോ അതും. ഇവിടെ സുസുക്കി ഇവിടെ കാർ ഷോറൂമുകളിലെ സ്ട്രീറ്റ് നോക്കടാ. സുസുക്കിയുടെ ഷോറൂം നമുക്ക് കാണാം. ഒരുവിധം ഇവിടെ വരുമ്പോഴാണ് കൈമാനിലൊന്നും ഇങ്ങനത്തെ ഷോറൂമുകൾ ഉണ്ടാവില്ല. ഇവിടെ മാത്രമേ ഉള്ളൂ. ഈ സ്ട്രീറ്റിലാണ് മിസ്തുബിഷി ഉള്ളത്. അതുപോലെ അപ്പുറത്ത് ബെൻസ് മിസ്തുബിഷി മോട്ടോഴ്സ് ഇതാ. നമ്മുടെ നാട്ടിൽ മിസ്തുബിഷി തിരിച്ചു വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, അറിയില്ല കേട്ടോ. ഇപ്പുറത്ത് നോക്കുമ്പോൾ ബെൻസ്, അപ്പുറത്ത് നോക്കുമ്പോൾ വേറെ ബെൻസിൻ്റെ ഷോറൂം ഉണ്ടാകും. അടിപൊളി. ഇതിൻ്റെ അപ്പുറത്ത് കാർ റെൻ്റൽസ് ഒക്കെ ആയിട്ട് ഒരുവിധം എല്ലാ കാർ ഷോറൂമുകളും ഈ സ്റ്റേഡിയത്തിൻ്റെ റൂട്ടിൽ തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കടന്നു പോയിട്ടാണ് സെൻട്രൽ മസ്ജിദ് കാണാം. 2 മസ്ജിദുള്ളൂ ശരിക്കും ഇവിടെ. അതിൽ ഒരെണ്ണം നമ്മൾ കാണണം കേട്ടോ. ഇന്നിപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് മുടക്കായതുകൊണ്ട് എല്ലാവരും നിസ്കരിക്കാൻ വന്നെന്ന് തോന്നുന്നുണ്ടോ അല്ലേ? നിങ്ങൾ ആരെങ്കിലും ജമൈക്ക, അമേരിക്കയിലോ കാനഡയിലോ അല്ലെങ്കിൽ ദുബായിലോ എവിടെയെങ്കിലും ഉള്ള ആൾക്കാർ ജമൈക്ക വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും. ഏത് സർവീസ് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കും. കാർ റെന്റൽ, ടാക്സി, റൂം, എല്ലാ സർവീസും. ഞാനും കൂടി ഒരു ഗ്രീൻ ബുക്കും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നത്. എങ്ങനെ ചെയ്യാൻ പറ്റുന്ന നമുക്കറിയില്ല, എന്തായാലും നമുക്ക് ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ താമസിക്കുന്ന വീടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ശരിക്കും ഈ ഗസ്റ്റ് വരുമ്പോൾ താമസിക്കാൻ ഉള്ള ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വരുമ്പോൾ അവിടെയൊക്കെ താമസിക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ബുക്കിൻ്റെ വെബ്സൈറ്റ് വഴിക്ക് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ കണ്ണഞ്ചേട്ടൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വരാണെങ്കിൽ നമ്മുടെ വരവറിയിക്കുക, നമ്മുടെ ട്രാവൽസ് ഫാമിലിയുടെ വരവറിയിക്കുക. ഹോംലി ഫീലിംഗ്. ഇപ്പോൾ കണ്ണഞ്ചേട്ടൻ നിങ്ങൾക്ക് ഇപ്പോൾ 2 ദിവസം വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായില്ലേ, ഒരു ഹോംലി മാനുള്ള മൂഡാണ്. അപ്പോൾ എനിക്കും പേഴ്സണലി അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി നിങ്ങൾ യാത്ര ജമൈക്ക പ്ലാൻ ചെയ്യണമെങ്കിൽ ധൈര്യമായിട്ട് ഒരു പേടിയും പേടിക്കണ്ട. ഇനി ഇവിടെ വെട്ടും കൊല്ലയും ക്രൈം റേറ്റിൽ നിന്നുള്ള പേടിയും പേടിക്കണ്ട, എല്ലാം പുള്ളി സെറ്റപ്പ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇരുന്ന് കഴിക്കില്ലേ, നമ്മൾ ഭക്ഷണം വാങ്ങിയിട്ട് പോട്ടാ. ഇവിടുത്തെ സ്പെഷ്യൽ സാൽമൺ ബിരിയാണി കഴിക്കാന്ന് പറയണ. ബിരിയാണി വെറും ബിരിയാണി അല്ല, സാൽമൺ ബിരിയാണി. നൈസ് ബിരിയാണി. അതെ. ന്യൂ പാണ്ട എന്ന് പറഞ്ഞ മലയാളി ഇന്ത്യക്കാരാണോ? ചൈനീസ്. അപ്പോൾ ജമൈക്കയിലത്തെ ബോംബെ ദർബാർ എന്ന റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ വന്നിരിക്കണം സാൽമൺ ബിരിയാണി കഴിക്കാനായിട്ട്. ഹലോ, ഹൗ ആർ യു? ഹലോ. ജമൈക്കൻ ഇന്ത്യൻ ടച്ചിലാണല്ലോ മൊത്തം. 10 കിലോ അല്ലേ? നമ്മൾ പുറമെ കാണുന്ന പോലത്തെ സെറ്റപ്പ് അല്ലാട്ടത്, വേറെ ലെവലിലാണ് സംഭവം. ഇന്ത്യക്കാരല്ല ഓൺ ചെയ്യണം മൊത്തം. ബാറില്ലാണ്ട് എന്ത് ജമൈക്കാട്ടോ. ഹലോ. കറിയും സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. നമ്മുടെ നേരത്തെ ഒരുവിധം എല്ലാ ഐറ്റംസ് ഉണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൊഫേ ഉണ്ട് കേട്ടോ. ഇന്ന് ബൊഫേ ആവണല്ലോ അല്ലേ? ജീര റൈസ്, ദാൽ തിക്ക, വെജിറ്റബിൾ മസാല, ചിക്കൻ റോള്, വെജ് സമോസ ഒക്കെ ആയിട്ടുള്ള പരിപാടി. ഹലോ, നമസ്തേ. യുവർ നെയിം? Sidhu. Yes. From Darjeeling, from India. Darjeeling. Yes. Oh, nice. Nice meeting you. Thank you. ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് ജമൈക്കൻ സ്റ്റൈൽ എന്നാണ് പറയണത്. ഇന്ത്യൻ റെസ്റ്റോറന്റ് പറയാൻ പറ്റില്ല. ഇവർക്ക് അതാണ് ഇഷ്ടം. ഇവർക്ക് ജമൈക്കനെ സംബന്ധിച്ച് അവർക്ക് കുറച്ച് ഡെക്കറേഷൻ, ഫോട്ടോ എടുക്കാൻ കപ്പിൾ ലൈനുള്ള പരിപാടി. ഫ്രൈഡേ ഫുള്ളാണ് ഈ റെസ്റ്റോറന്റ്. ഇവിടെ അങ്ങനെ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് വന്നാണ് കൂടുതൽ, അതോ ആൾക്കാർക്ക് കൂടുതൽ കമ്മിറ്റ്മെന്റ് ഉണ്ടോ ബന്ധങ്ങൾക്ക്? എല്ലാവരും ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട്സ് ആണ്. അതല്ലേ, വേറെ കല്യാണ പരിപാടികളൊന്നും ഇല്ല. 10% മാക്സിമം അത്രേ ഉള്ളൂ. ബാക്കി എല്ലാം ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ട്സും. ഒരാഴ്ച ഓരോ ഗേൾ ഫ്രണ്ട്സ് 6 മാസം വരെ ഉണ്ട്. 6 മാസം വരെ ഉണ്ട്. കാരണം ഇവിടുത്തെ ലേഡീസ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. എക്സ്പെൻസീവ് മീൻസ് ഇവർക്ക് മുടി വെക്കണല്ലോ, നെയിൽ വെക്കണല്ലോ ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പൊ അതുകൊണ്ട് ഒരു മാക്സിമം 4-5 മാസം കീപ്പ് ചെയ്ത് അവൻ അടുത്തയാളെ പിടിക്കും. ഇവിടുത്തെ സ്റ്റൈൽ ബന്ധങ്ങൾക്ക് ഒരു വിലയില്ല. ഞാൻ ഇവിടുത്തെ സെറ്റപ്പ് കാണാൻ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പൊ നമ്മൾ വീണ്ടും തിരിച്ച് നമ്മൾ താമസിക്കുന്ന വീട്ടിലേക്ക് എത്തിയിരിക്കട്ടോ. നമ്മളിവിടെയാണ് കഴിഞ്ഞ ദിവസം താമസിച്ചത്. ഇന്ന് കുറച്ചു നേരം ഭക്ഷണം കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്ത് നമുക്ക് ഇനി ക്രിക്കറ്റ് കളിക്കാൻ പോകണം.
നമ്മുടെ വീടിൻ്റെ മുമ്പിലേ ഉള്ള വേപ്പിൻ്റെ മരം കാണാം നിങ്ങൾ. വേപ്പിൻ്റെ ഇലയുടേത് ഇതല്ല, എന്തിട്ട മരത്തിൻ്റെ വണ്ണം നോക്കി നിങ്ങൾ. എന്ത് രസമാണെന്ന് അറിയാം. ഇതിൽ താഴെ നിൽക്കുമ്പോഴേ ഒരു ഭയങ്കര സുഖമാണ്. ഇന്നലെ വൈകിട്ട് നമ്മളിവിടെ താക്കോലിട്ടാണ് കുറച്ച് നേരം നിന്നൂലോ. വേപ്പിൻ്റെ മരം കാണണ്ട. അതിൽ നിന്ന് കിട്ടുന്ന ഓക്സിജൻ ആണെന്ന് അറിയില്ലല്ലോ. പ്രത്യേക ഇതൊരു ഭയങ്കര റിലാക്സേഷനാണ്. കുറേ നാൾക്ക് ശേഷം വെയിൽ കൊള്ളാനും ഈ വിഷ്വലിൽ ഒരു ബ്ലൂ സ്കൈ ഒക്കെ കയറി വരാൻ സന്തോഷം ഉണ്ട് കേട്ടോ. കളിയാണ്. അപ്പോൾ നമുക്ക് കളിക്കാൻ പോവാം ഭക്ഷണം കഴിച്ചിട്ട്. നമസ്കാരം. നിങ്ങളെ ആഫ്രിക്കയിലേക്കും സൗത്ത് അമേരിക്കയിലേക്കും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ? അങ്ങനെയാണെങ്കിലേ ഗ്രീൻ ബുക്ക് എക്സ്പെഡിഷൻ്റെ കൂടെ യാത്ര ചെയ്താലോ? മെഗാ സൗത്ത് അമേരിക്കൻ സാഗ ഈ ഏപ്രിൽ മാസത്തിലും മെയ് മാസത്തിലും ഓഗസ്റ്റ് മാസത്തിലും നടക്കുന്നുണ്ട്. അപ്പോൾ വളരെ ചെറിയ ഗ്രൂപ്പുകൾ മാത്രം നമ്മൾ അറ്റൻഡ് ചെയ്യണത്. 10-12 പേരുള്ള ചെറിയ ഗ്രൂപ്പുകളാണ് യാത്ര ചെയ്യണത്. ലോകത്തിലെ 2 മെയിൻ വണ്ടേഴ്സും 3 നാച്ചുറൽ വണ്ടർ അടങ്ങിയിട്ടുള്ള യാത്രയാണ്. മാച്ചു പിച്ചും ആമസോൺ റെയിൻ ഫോറസ്റ്റും ക്രൈസ്റ്റ് റെഡീമറും ഇഗ്വാസ് വാട്ടർഫോളൊക്കെ അടങ്ങിയ പെറു, ബ്രസീൽ, പാരഗ്വേ, അർജന്റീന, ചിലെ എന്ന രാജ്യങ്ങളിലാണ് നമ്മൾ ടൂർ അറേഞ്ച് ചെയ്യുന്നത്. ഒപ്പം തന്നെ ജൂൺ ജൂലൈ മാസങ്ങളിൽ ആഫ്രിക്കൻ യാത്രയും കൂടി ഉണ്ട്. അതിൽ സൗത്ത് ആഫ്രിക്ക, ബോട്സ്വാന, സിംബാബ്വെ, സാംബിയ എന്ന രാജ്യങ്ങളിലൂടെ യാത്രയാണ്. അതും നാച്ചുറൽ വണ്ടേഴ്സ് അടങ്ങിയ യാത്രയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ആഫ്രിക്കൻ യാത്രയും നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആഫ്രിക്കയിലും സൗത്ത് അമേരിക്കയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ കൂടെ എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം വിത്ത് ഗ്രീൻ ബുക്ക് എക്സ്പെഡിഷൻസ്. ബൈ. അപ്പോൾ ഹാപ്പി ജേണി. കൈമാനിൽ വെച്ച് കാണാൻ പറ്റും എന്ന് വിചാരിക്കാം. വീണ്ടും കാണാം. ആകെ ഒരു 3-4 ദിവസത്തിനുള്ളിൽ എത്തുമ്പോൾ ഓക്കെ, നമുക്ക് പോവാം. നമുക്ക് ഇന്ന് ബാറ്റ് ചെയ്ത് തോപ്പിക്കാനുള്ളതാ, കളിച്ച് തോപ്പിക്കാനുള്ളതാ. ഞങ്ങൾ ടീമിനെ തോപ്പിക്കുന്നതാ. വെസ്റ്റ് ഇൻഡീസ് ഇട്ടാ പണിയുണ്ട്. ഞങ്ങളുടെയൊക്കെ ബെസ്റ്റ് ബിരിയാണി ആയിരുന്നു കേട്ടോ. സാൽമൺ ബിരിയാണി കഴിഞ്ഞിട്ടും തീരുന്നില്ല. ഇവിടുത്തെ ബിരിയാണി കുറെ ക്വാണ്ടിറ്റി, നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലോ അല്ലേ ബിരിയാണി. ബെസ്റ്റ് ബിരിയാണി കുറെ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ പകുതി ആയിക്കിപ്പോ നിർത്തണമെന്ന് വിചാരിച്ചു. പിന്നെന്താ, നാശമായി കളയണ്ട. ബെസ്റ്റ് ബിരിയാണി. നമ്മൾ നല്ല ഉറക്കം ഉറങ്ങിട്ടോ. 1-1.5 മണിക്കൂർ സുഖമായിട്ട് ഉറങ്ങി. എനിക്കാണ് ഉച്ചറക്കം ഈ അടുത്ത കാലത്ത് ഇത്രയും സമയം എടുത്ത് ഉറങ്ങിയത് ഇന്നായിരിക്കും കേട്ടോ. നമ്മൾ വീണ്ടും നമ്മുടെ കളത്തിലേക്ക് ഇറങ്ങാൻ പോവാ. സൂര്യയുടെ പതുക്കെ താഴത്തേക്ക് വരട്ടെ. സൂര്യയുടെ താഴത്തേക്ക് പോകുമ്പോളെ ഭംഗി കൂട്ടണം കേട്ടോ. ഓ ഹെവി ടോപ്പുള്ള കാരണം നമുക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ സ്വല്പം കൂടി ഈസി കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ റോഡ് സൈഡിൽ വേപ്പുണ്ടായി നിങ്ങൾ നോക്കിയാൽ കൊല്ലച്ചുണ്ടായി കേട്ടോ. വേപ്പ്, മാങ്ങ, സാധനം അത് നമ്മുടെ ഇതല്ലേ ലൂഫ്, അക്കേഷ്യ. ഓ എല്ലാ ഐറ്റംസ് ഉണ്ട് കേട്ടോ നാട്ടിലത്തെ. മൈൻസ് ഓഫ് കറാച്ചി എന്നാണ് അതിൻ്റെ പേര്. പാകിസ്ഥാനി തെരുവിലാണ് നമ്മൾ താമസിക്കുന്നത് കേട്ടോ. പാകിസ്ഥാനി തെരുവിലിട്ടാ നമ്മളെ ശരിക്കും കരീബിയൻ സ്മെല്ലടിക്കാൻ പോകണം. എന്ന് വെച്ചാൽ നാളെ മുതൽ നമ്മൾ ഗ്രാമങ്ങളിൽ ചെന്ന് പാർക്കാണല്ലോ. അപ്പോൾ ഇവിടുത്തെ കൃഷി രീതികൾ, ഇവിടുത്തെ ആൾക്കാർ താമസിക്കുന്നത് എങ്ങനെയാണ്. ഇതിപ്പോൾ ടൗണല്ല കിങ്സ്റ്റൺ എന്ന് പറയുമ്പോൾ. ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ വേറെ, നമ്മൾ നാളെ പോണ ഏരിയകളിലൊക്കെ വേറെ ലൈഫ് സ്റ്റൈലാട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാ വണ്ടി ഉണ്ടല്ലോ ഗ്രേസ് കളിക്കണത്. കളിക്കാർ വെസ്റ്റ് ഇൻഡീസ് ടീമിൻ്റെ കളികൾ വന്നിട്ടുണ്ട്. അത് ഇന്ത്യക്കാർ മറ്റേ മലയാളികൾ മാത്രമല്ലോ. തമിഴ്നാട് അതെ കറമ്പന്മാരുണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ട്. ഫുൾ ടീമാ. ചെറിയ ക്ലാസ് പോവും എല്ലാവരും. നമ്മുടെ നാട്ടിലൊരു നല്ലൊരു ഗ്രൗണ്ട് അല്ലേ. ആരൊക്കെ ആഹേന്നൊക്കെ ചോദിക്കുന്നുണ്ടോ. ഹിന്ദിക്കാർ കളിക്കണ്ടേ ഇടയിൽ. അണ്ടിയർ മാങ്ങാറൊക്കെ ഉണ്ട് കേട്ടോ. ഹലോ നമസ്കാരം. മലയാളി മോഹൻ കണ്ടപ്പോൾ മനസ്സിലായി മലയാളി എന്നുള്ള കാര്യം. എന്താ പേര്? നന്ദു. ഇന്നലെ വന്നിട്ടില്ലല്ലോ. ഇന്ന് നാട്ടിൽ നിന്ന് വന്നല്ലോ. ഹലോ എന്താ കളിച്ച് തോപ്പിക്കോ? അയ്യോ ഡെന്നിസ് തൃശ്ശൂരുകാരനാണോ? ചങ്ങനാശ്ശേരി. ഓക്കെ. ഞങ്ങളുടെ നാട്ടിൽ ടൊയോട്ടയിൽ ഡെന്നിസ് എന്ന് വെച്ചാൽ സെയിം മുഖത്തുള്ള ചായണ്ട്. ഇതൊക്കെ പുതിയ ചേട്ടന്മാരാ. സുബിൻ മാർത്താണ്ഡം. ഈ ചേട്ടൻ പുതിയതാണല്ലോ. പേര് ജോസ്. അപ്പൊ മുഖത്തിനനുസരിച്ചുള്ള പേരല്ല ജോസ്. 20 വർഷമായിട്ടുണ്ടോ അമേരിക്കയില്?
ഇവിടുത്തെ മുത്താപ്പനാണ്. ഞാനിവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ലെക്ചറാണ് മാത്സിന്റെ. ഓ സാറാണ്. സോറി, ഞാൻ ഇവരുടെ ടീമിൽ 20 വർഷമായിട്ടുണ്ട്. 2003 ഓ അടിപൊളി അടിപൊളി. ഈ 20 കൊല്ലം മുമ്പ് വന്നവരോട് കളിയുണ്ട്, അതിപ്പോ തുടങ്ങിയിട്ടുള്ളോ? ഇല്ല, പണ്ട് മുതലേ ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. മീൻസ് നോർത്ത് ഇന്ത്യൻസ് അങ്ങനെയുണ്ട്. നമ്മൾ മലയാളികൾ ഒത്തിരി പേര് അങ്ങനെ കളിക്കാൻ തുടങ്ങി. അതിൻ്റെ അകത്ത് ഒത്തിരി ഉണ്ട്. ഇതിപ്പോൾ എല്ലാ മറ്റ് സ്റ്റേറ്റുകാരും എല്ലാവരും ഉണ്ട്. അന്ന് മുതലും കളിയും ബോഡി ഫിറ്റാക്കി വെച്ചാണ്. പിന്നെ നമുക്ക് ജമൈക്ക വരിക എന്ന് പറയുന്നത് ക്രിക്കറ്റ് എന്ന് പറയുന്നതല്ല, നമ്മുടെ മനസ്സിൽ വെസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണല്ലോ ആകെ അറിയാവുന്നത്. വെസ്റ്റ് ഇൻഡീസിനാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. വേറെ എന്ത് വിഷയം കൈകാര്യം ചെയ്യണേ? ഞാൻ മാത്സ് ആണ്. എൻ്റെ മകനും ഉണ്ട്. മകനും ക്രിക്കറ്റ് കളിക്കുന്നതാണ്. ഓ മകൻ. മോന്റെ പേര് നിയോ? ഓ ഇവിടെ ജനിച്ചാണല്ലോ. മലയാളം അറിയില്ലടാ? മലയാളം അറിയാം, പക്ഷേ മനസ്സിലായി. ഫാമിലി ഉണ്ട് ഇപ്പൊ എല്ലാവരും. ഓ അടി. എന്തായാലും 20 വർഷമായിട്ട് ജമൈക്കൻ സാറോട് ഉള്ളത് കേട്ടപ്പോൾ ഒരു പ്രത്യേക സന്തോഷം. ഇതിലും 10-35 വർഷമായിട്ടുള്ളവരുണ്ട് ഇവിടെ. ജമൈക്കയിൽ ഒത്തിരി പേര് ടീച്ചിങ് ഫീൽഡിൽ വന്ന ഒത്തിരി പേരുണ്ട്. ഇപ്പോഴും ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യൻസ് ഒത്തിരി പേര് UV-യിലുണ്ട്, യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് ഇൻഡീസ്. ഓ ചെക്കൻ്റെ ആകെയുള്ള സത്താണ്. ട്രബിൾ വരുന്നുണ്ടോ? ഇല്ല, ഒരു ട്രബിൾ സൈക്കിളുമായിട്ട് വന്നാക്കോ നമ്മെ പറ്റിച്ച്. ഹലോ ഗൈസ്. ചേട്ടനെ ഒത്തിരി ട്രബിൾ ഇല്ല കേട്ടോ. അത് 6 അടിക്കണല്ലോ. നിങ്ങളുടെ പേര് വിജിത്ത്. ഒരു വിചിത്രമായ ജീവിതമാണോ? നാട് എവിടെ? വയനാട്. ആ നേഴ്സാണല്ലേ. മാഷ, ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയാണ്? നമ്മുടെ നാട്ടിലത്തെ പോലെയാണോ? അതെങ്ങനെയാണ്? ഇവിടെ സാധാരണ രീതിയിൽ പ്രൈമറി സ്കൂൾ എന്ന് പറയുമ്പോൾ 2 രീതിയിലാണ്. പ്രൈമറി എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് കൺട്രോൾ ചെയ്ത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഗവൺമെന്റ് സാലറി കൊടുത്ത് ടീച്ചേഴ്സിനെ അവർ ഇനിഷ്യേറ്റ് ചെയ്യുന്ന രീതിയിലാണ്. പിന്നെ അല്ലാതെ പ്രപ്പ് സ്കൂൾ എന്ന് പറയുന്നത് പ്രൈവറ്റ്, നമ്മുടെ നാട്ടിലെ സിസ്റ്റം തന്നെ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഹൈസ്കൂളിലേക്ക് പോകണമെങ്കിൽ ഒരു കോമൺ എൻട്രൻസ് പരീക്ഷ എഴുതണം. ഇവിടെ 7th ഗ്രേഡിലേക്കാണ് എൻട്രൻസ് എഴുതേണ്ടത്. അപ്പം അത് നമ്മൾ പാസ്സായി കഴിഞ്ഞ് ഗവൺമെന്റ് ആണ് അലോട്ട് ചെയ്യുന്നത് ഇന്ന സ്കൂൾ എന്നുള്ളത്. ഓക്കെ. അപ്പം ഗവൺമെന്റ് അലോട്ട് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് അതനുസരിച്ച് ഫ്രീ ആണ്. പ്ലസ് ടു വരെ ഫ്രീ ആണ്. പ്ലസ് ടു വരെ ഫ്രീ ആണ്. പ്ലസ് ടു പറയുമ്പോൾ 13th ആണ് നമ്മുടെ സ്കൂൾ ലെവൽ വരുന്നത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് മറ്റ് പഠനത്തിന് വേണ്ടി ഡിഗ്രിയിലേക്ക് പോകാം. പിന്നെ ഇവിടെ ഒത്തിരി സ്കോളർഷിപ്പ് ഉണ്ട്. നമുക്ക് ബാങ്കിൽ നമ്മൾ ലോൺ എടുക്കുന്ന പോലെ ഗവൺമെന്റ് അതിനുള്ള സ്റ്റുഡൻസ് ലോൺ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ രീതിയിലെ എഡ്യൂക്കേഷൻ അല്പം എക്സ്പെൻസീവ് ആണ് യൂണിവേഴ്സിറ്റി കമ്പയർ ചെയ്യുന്നത്. പിന്നെ പലരും ഡിഗ്രി ലെവലൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവിടുന്ന് മൂവ് ചെയ്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് കാനഡ അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യും. ഇവിടേക്ക് പഠിക്കാൻ വരുന്ന ആൾക്കാർ കുറവായിരിക്കും. ഇവിടേക്ക് മറ്റ് ഐലൻഡുകളിൽ നിന്ന് വരുന്നവരുണ്ട്. കാര്യം ഇവിടെ യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് ഇൻഡീസിൽ മെഡിക്കൽ ഫീൽഡ് ഭയങ്കര ഫേമസ് ആണ്. മെഡിക്കൽ കോളേജിൽ പഠിക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് പഠിക്കേണ്ടതായൊന്നുമില്ല. നമ്മുടെ നാട്ടിലാണ് എഡ്യൂക്കേഷൻ ഏറ്റവും ടോപ്പ്. അത് ശരിയാണ്. എന്തായാലും 20 വർഷം ഇവിടെ സേവനം ചെയ്യുന്നതിൽ വളരെ സന്തോഷം. ഞങ്ങളുടെ ട്രാവലിസ്റ്റ് ഫാമിലിയുടെ ഒരു പ്രത്യേക ഒരു കൂപ്പുകൈ. കളിസ്ഥലത്ത് അത് പറയേണ്ട സ്ഥലമല്ല, എന്നാലും ഇപ്പൊ പോയ പിന്നെ കിട്ടില്ലല്ലോ. കാരണം ചേട്ടാ ഇപ്പൊ തന്നെ പറഞ്ഞു വയ്ക്കാന്ന് ചോദിച്ചു. ഒരാൾ വീണുണ്ട് സൈഡിൽ കൂടെ കേട്ടാ. ആസ് എ പ്ലെയർ ഓഫ് ദി ഗെയിം ആയിട്ട് നടക്കുന്നുണ്ട്. മറിയ എനിക്ക് അറിയണ്ട മൈൻഡ് ചെയ്യാണ്ട് നടക്കണ്ടാ. തമാശ പറഞ്ഞ നിതീഷ് പാല നേഴ്സാണോ? ഓ അടിപൊളി. ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യാറുണ്ട്. നിങ്ങളെ അന്റാർട്ടിക്ക ട്രിപ്പ്. ഓ മാൻ, ഞാൻ ആദ്യമായിട്ടാണ് അർജന്റീന വഴി പോകണമെന്നൊക്കെ കണ്ട ഡ്രേക്സ് പാസേജ് ഒക്കെ പുഷ്പായ ക്രോസ് ചെയ്ത് പോയത്. ഞങ്ങളെ ഇപ്പോഴും ഫോളോ ചെയ്യാറുണ്ട്. താങ്ക് യു. ഫോളോവർ സന്തോഷം. പാല സ്ലൈഡില് നിങ്ങൾ വർത്താനം പറയുന്നത്. അതിനുശേഷം ഇപ്പം മറ്റേ ഷനാസ് തുടങ്ങി പോയത് ഈ കൊല്ലം പോയത്. നിങ്ങള് നേഴ്സ് തന്നെയാണോ? അല്ല, ഞാൻ ഡെന്റിസ്റ്റ് ആണ്. ഡോക്ടറാണ്. ഡോക്ടർ എന്നാണ് പറയണ്ടേ? ഫാമിലി ഉണ്ട് അവിടെ? ഭാര്യ ഇവിടെ ഉണ്ടായിരുന്നു. നൈസ് മീറ്റിംഗ് യു. ആദ്യമായിട്ടാണ് അന്റാർട്ടിക്കയിൽ ഒരു മലയാളി പോയെന്ന് പറഞ്ഞു. അല്ല, കുറെ ആൾക്കാർ പോയിരുന്നു. നമ്മൾ വീഡിയോ എടുക്കാൻ അവസരം കിട്ടിയെന്ന് മാത്രമേ. നമ്മൾ അടുത്ത കളി കളിക്കാറിങ്ങിട്ടാ. എന്നെ ബാക്കിൽ വേണം നിർത്തിൻ്റെ ഓട്ടാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാന്ന് സംശയമില്ലേട്ടാ. ഇവിടെ ബോൾ പോകുമ്പോൾ എല്ലാ പുല്ലിൻ്റെ ഇടയിലും കൈ പോയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ പാമ്പ് അടിക്കും. ഇവിടെ പാമ്പില്ല എന്നാണ് പറയണല്ലേ? ഒരു ഒറ്റ പാമ്പില്ല. അല്ല, ജമൈക്കൻ ബോവ എന്ന് പറഞ്ഞ ഒരു നോൺ വെനമസ് സ്നേക്ക് ഉണ്ട്. മഞ്ഞ കളർ പാമ്പ്. മഞ്ഞ കളർ. പാമ്പ്. BO ബോവ. ഓക്കെ.
ശരിക്കും നമ്മുടെ നാട്ടിലത്തെ ക്ലൈമറ്റിൽ ഒരു പാമ്പിനെ കാണാത്തൊരു നമുക്ക് ഒരു സന്തോഷമല്ലേ ഇവിടെ എത്തുമ്പോൾ. ഇവിടെ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ ഇവിടെ കുറെ കൃഷിക്കാർ വന്നായിരുന്നു, ഇന്ത്യൻസ്, ഷുഗർ കെയിനിൽ. അപ്പം കുറെ സ്ലേവ്സിനെ അവിടെ കൊണ്ടുവന്ന സമയത്ത് അവർക്ക് നഷ്ടം, ഈ പാമ്പ് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പൊ പാമ്പ് കടിച്ചിട്ട് ഈ സ്ലേവ്സ് മരിക്കുമ്പം ഈ അവർക്ക് നഷ്ടമല്ല, ഓരോ സ്ലേവിന് ഇത്രയും പൈസ ലൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർ കുറെ കീരിനെ കൊണ്ടുവന്നു. കീരി പാമ്പിനെ മൊത്തം കൊണ്ടുവന്നു. ഇപ്പൊ മൊത്തം കീരിയാണ് ഇവിടെ, ഇഷ്ടം പോലെ കീരിയാണ്. 2-3 തലമുറയില്ലേ അവര് വന്നിട്ട് അല്ലേ? നമ്മുടെ നാട്ടിലല്ലമ്പോ നടക്കാം. നമ്മുടെ നാട്ടിൽ ക്രിക്കറ്റ് കളിക്കാളും അല്ലപ്പോ മലയാളി വെച്ചിരിക്കുന്നുണ്ട്. മറ്റേ നീലിന് കലിപ്പിട്ടാ, നീലും കലിപ്പ്, അതേപോലെ ബോളറും കലിപ്പ് വന്നുണ്ട്. കലിപ്പിന് ഇപ്പൊ വെസ്റ്റ് ഇൻഡീസിൽ വന്നാലും ജമൈക്കിലൊന്നും കാര്യമില്ല കേട്ടാ. കാരണം ചേട്ടാ ബാറ്റ്സ്മാൻ അല്ലേ? ഞാൻ ഭയങ്കര ബാറ്റ്സ്മാനാണ്, വേൾഡ് ബാറ്റ്സ്മാൻ. അവിടെ മാങ്ങ അണ്ടി എറിഞ്ഞ് മാങ്ങ ഇതിപ്പോ അതേപോലത്തെ കത്താൻ പറഞ്ഞേട്ടാ. ഇടി ഉണ്ടാവില്ല എന്നുള്ളൂ. അമ്മരുത്ത കലിപ്പാട്ടാ. തമിഴന്മാരും മലയാളികളും ഫൈറ്റ് ഇട്ടാ. ചില ഞാൻ വിചാരിച്ചു തമിഴന്മാർ മാത്രമാണ്. ഇടയ്ക്ക് കളിയുണ്ട്, ഇടയ്ക്ക് അലമ്പുണ്ട്. അതിൽ ചേട്ടനും കൂടി അലമ്പുണ്ടെന്ന് പറഞ്ഞു കേട്ടു. നമ്മുടെ ചെറുപ്പം ഓർമ്മ വരാടാ കാണുമ്പോ. അവിടെ സമാധാനിപ്പിച്ച് പോണ്ട്, സമാധാനിപ്പിച്ച് പോണ്ട്. അടുത്ത ആൾ ബാറ്റിന് വേണ്ടി അതിൻ്റെ ഇടയിൽ കൂടെ സൈക്കിൾ ഓടി കിടക്കാൻ നോക്കിയാ. അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞ് വന്ന് കുളിച്ച് ഫ്രഷായി ഇന്ന് ഇവരെ തറവാട്ടിലേക്ക് പോവാണ്. അപ്പോൾ കണ്ണൻ ചേട്ടൻ്റെ തറവാട്ടിലേക്ക് ഇന്ന് എല്ലാവരും ചെല്ലാൻ പറഞ്ഞ് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടാവും വിചാരിക്കും അല്ലേ? എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ തറവാട്, ഈ ജമൈക്കയിലത്തെ മലയാളി തറവാട്, 35 കുടുംബങ്ങളോടുള്ള ഒരു തറവാട്ടിലേക്ക് നമ്മൾ പോകണം കേട്ടോ. അപ്പോൾ അവരുടെ തറവാട്ട് വീട്ടിലേക്ക് കിടക്കട്ടാ. ഇതൊരു കൊട്ടാരം എന്ന് വെച്ചാലോ. ആൾക്കാർ കൂടിയിട്ട് പാമ്പ് ചവിലെന്ന് പറഞ്ഞ പോലെയാണല്ലോ. ഫുള്ള് ആൾക്കാരാണ്, ചിന്തിക്കാൻ പറ്റില്ല. വണ്ടി ഇറങ്ങി നോക്കുമ്പോ തന്നെ നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള സെയിം വ്യൂ തന്നെയാണ് അങ്ങോട്ടുള്ളത്. അപ്പൊ നമുക്ക് കണ്ടാല. അപ്പൊ ഇത് അനിയൻ മേടിച്ചൊരു വീട്, അനിയൻ താമസിക്കുന്നത്. ഓക്കെ, അടിപൊളി. എല്ലാവരും ഉണ്ടെന്ന് വിചാരിക്കും അല്ലേ? ഒരു 35 ഒരു 10-20 പേര് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ബിസി ആയിട്ട് തിരക്കായി പോയി. വീക്കെൻഡ് ആയതുകൊണ്ട് എന്തായാലും എല്ലാവരും പരിചയപ്പെടാം. നമുക്ക് ബാക്കിയുള്ള പരിചയപ്പെടാം. കുറച്ച് ഇവിടെ ജോലി സാധ്യതയെ പറ്റിയിട്ടും ബിസിനസ് സാധ്യതയെ പറ്റിയിട്ടൊക്കെ പറയണ്ടേ? തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതെ, അപ്പൊ ഇന്ന് നമ്മൾ അടുത്ത സെക്ഷൻ അതിന് വേണ്ടി മാറ്റി വെച്ചിരിക്കണം. നല്ല വലിയൊരു ആനവാലല്ല. വീടിന്റെ പേരെന്താ? ശ്രീരാഗം ജമൈക്കയിലാന്ന് ആലോചിക്കണേ. അപ്പൊ കണ്ണ ചേട്ടാ നമ്മുടെ ടീമുണ്ടപ്പോ ഹാഫ് ടീം ഉണ്ട്, ഫുൾ ടീം അല്ല. ഹാഫ് ടീം. ഓക്കെ. അപ്പൊ നമ്മള് മെയിൻ തലതൊട്ടപ്പനെ ഇവിടെ ഉണ്ട് വേറെ സൈഡില്. ഇന്നലെ പരിചയപ്പെട്ടു. അപ്പൊ ഒന്ന് ഇവരൊക്കെ എല്ലാവർക്കും പരിചയപ്പെടുത്തിയല്ല. കുറെ പേര് നമ്മൾ ഇന്നലെ പരിചയപ്പെട്ട ആൾക്കാരുണ്ട്. ഇന്നലെ വരവിന്റെ സ്പീഡിലും വന്നതിന്റെ ക്ഷീണമൊക്കെ ഉള്ളതിനും കുറെ പരിചയപ്പെടാൻ പറ്റിയില്ല. അപ്പൊ നിങ്ങളുടെ ആരൊക്കെ ഇവിടെ ഉള്ളത്? ബേസിക്കലി ഞങ്ങളുടെ അച്ഛന്റെ വീട്ടുകാരും അമ്മയുടെ വീട്ടുകാരും മൊത്തം ഫാമിലീസ് ഞങ്ങൾ അവിടെ നാട്ടിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഏകദേശം ഒരു 30 പേരോടെ ഞങ്ങൾ ഇവിടെയാണ്. ഓക്കെ. അപ്പൊ ഞങ്ങൾക്ക് പല ടൈപ്പ് ബിസിനസ് ഉണ്ട്. ഈ ബിസിനസ് ഞങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ട് ജോലി ചെയ്ത് ഞങ്ങൾ അത് ഒരു കുടുംബം പോലെയാണ് ജീവിക്കുന്നത്. ഒരു ടീമായിട്ട് വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ബിസിനസ് യാതൊരു സ്ട്രെസ്സും ഇല്ല, അടിപൊളിയാണ്. ഈ ജമൈക്കയിൽ വന്നിട്ട് എന്താ പറയാ, ഇവിടെ ക്രൈം റേറ്റ് അത് ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എഫക്റ്റിംഗ് ഇല്ല. നമ്മൾ എഫക്റ്റിംഗ് ഇല്ല. കാരണം ഞങ്ങൾ അതിന്റെ കറക്റ്റായ കാര്യങ്ങൾ പഠിച്ചു. എവിടെയാ ക്രൈം, എവിടെയാ അവിടെ കാര്യങ്ങൾ ഒഴിവാക്കി വളരെ സേഫ് സെക്യൂർ ആയ രീതി ഞങ്ങൾ ചെയ്യും. ഞങ്ങൾക്ക് ഇതുവരെ ഒരു തൊട്ടടുത്തോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങളിവിടെ കൂടുതൽ നിൽക്കാനുള്ള കാരണം വെച്ചാൽ കേരളത്തിലെ കാലാവസ്ഥയാണ്. ആ വലിയ ഡൽഹി പോലുള്ള തണുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. കേരളത്തിലെ സെയിം ആണ് കാലാവസ്ഥയാണ്. അതോടൊപ്പം ചക്ക, മാങ്ങ, തേങ്ങ, ചേമ്പ് മുതലുള്ള എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ 18 വർഷമായിട്ട് മറ്റൊരു രാജ്യത്ത് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. ഞങ്ങൾ 18 വർഷമായിട്ടുണ്ട്. 18 വർഷമായിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് മറ്റൊരു രാജ്യത്ത് ഓപ്പർച്യൂണിറ്റി കിട്ടി ഞങ്ങൾ പോകാൻ നിൽക്കുന്ന മെയിൻ കാരണം ഇതാണ്. കാര്യം നമ്മുടെ സെയിം ഒരു കേരള ഫീലിംഗ് ആണുള്ളത്. എന്തുകൊണ്ട് ഇവിടുന്ന് പോകണില്ല എന്ന് പറഞ്ഞാൽ വലിയ ഉത്തരമാണ്. എല്ലാവരും ഇവിടുന്ന് അമേരിക്കയിലേക്കും UK-ലേക്കും പറക്കുന്നുണ്ട്. നമ്മളിവിടെ ഫാമിലി എല്ലാവരും ഉള്ളത് കൊണ്ട് നമുക്കൊരു ഫോറിൻ ഫീല് തോന്നില്ല. എല്ലാവരുമായിട്ട് അമ്മവനാണേലും അപ്പച്ച എല്ലാരും കാണുന്നുണ്ടല്ലോ. ഇന്നലെ എയർപോർട്ടിൽ വന്നപ്പോ എനിക്കത് മനസ്സിലായി. എയർപോർട്ടിൽ മാലയൊക്കെ ഇട്ട് സ്വീകരിച്ചപ്പോ ഭയങ്കര സംഭവമായി. എത്ര കൊല്ലായി നിങ്ങളിവിടെ വന്നിട്ട്? ഞാൻ വന്നിട്ട് 18 വർഷമായി. ചേച്ചി നേഴ്സായിട്ട് വന്നാണ്. ചേച്ചിന് അതിന്റെ ഒരാള് അപ്പുറത്ത് നിക്കണതല്ലേ? ഞാൻ ശരിക്കും 2006 വന്ന് എന്നിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് പോയി കല്യാണം കഴിച്ച് ഹസ്ബൻഡിനെ കൊണ്ടുവന്ന്. അപ്പൊ ഞാനോട് നേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ. അപ്പൊ നേഴ്സ് എന്ന് പറഞ്ഞാൽ നേഴ്സുമാർക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞൊക്കെ 2 കുട്ടികളായി. പിന്നെ ഞങ്ങളുടെ ഫാമിലീസ് എല്ലാവരും കൊണ്ട് ഞാൻ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുന്ന നേഴ്സിംഗ് ജോലി വിട്ടു. അപ്പൊ നേഴ്സിംഗ് ജോലി വിട്ടു. പിന്നെ അത് സർജിക്കൽ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ ബിസിനസ്സിന് എനിക്ക് തോന്നി നല്ല ഓപ്പർച്യൂണിറ്റി
ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ അതുപോലെ തന്നെ ഹസ്ബൻഡും മെഡിക്കലിലേക്ക് മെഡിസിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള. നിങ്ങൾക്ക് പിന്നെ എത്ര ഏതൊക്കെ ബിസിനസ്സിലുണ്ട്? ഞങ്ങൾക്ക് സ്ക്രാപ്പ് ബിസിനസ് ഉണ്ട്, സ്ക്രാപ്പിന്റെ ബിസിനസ് ഉണ്ട്, പിന്നെ സർജിക്കൽ ഐറ്റംസ് സപ്ലൈസ്, മെഡിക്കൽ ബിസിനസ്, ഇപ്പൊ ടൂറിസ്റ്റ് ബിസിനസ്. ഇത് 4 ബിസിനസ്സാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടൂറിസ്റ്റ് ഞങ്ങൾ കണക്ട് ആയി, ഗ്രീൻ ബുക്ക് കണക്ട് ആയി. അപ്പൊ ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ചേച്ചി ഇവിടെ ഞങ്ങളെ പരിചയപ്പെടാം. ഇതാണ് ബിബിൻ, ഞങ്ങള് പാലാ തീക്കോയിലാണ് നമ്മുടെ വീട്. എന്റെ പെങ്ങളുടെ ഭർത്താവാണ്. പാലാ തീക്കോയിൽ. നമ്മുടെ പിന്നെ ഹാഷ്രീനൊക്കെ നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടു. ഇന്നലെ പരിചയപ്പെട്ടു. അപ്പൊ ഓഫീസിലൊന്നുകൂടി പരിചയപ്പെടാം. ആളുകൾ ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസ് നോക്കണ അടുത്താണ്. ഇത് എന്റെ അനിയനാണ്, അനിയന്റെ പേര് വിഷ്ണു. അവിടെ മണങ്ങി നിക്കാട്ടാ, മനിയമ്മ പുറത്തേക്ക് തരട്ടെ. ചേട്ടാ എവിടെയാ? ഇവിടെ അടുത്തന്നെ താമസമൊക്കെ ഇവിടെ തന്നെയാണോ? നാളെ അങ്ങോട്ടല്ലേ പോണോ? നാളെ നമ്മൾ ഓക്കെ. ഇത് അപ്പൊ അവിടെ ഉണ്ട്, നമുക്ക് നാളെ കാണാം. ഇത് എന്റെ കസിനാണ്, പേര് നന്ദു. നന്ദുവാണ്. ഇടുക്കല്ലേ നീ? അല്ല ഇത് കോട്ടയം. ഓക്കെ ഓക്കെ. ഇവിടെ വരുമ്പോ നല്ല അമ്മച്ചിമാരെ കാണാണ്ട് ഒത്തിരി പേരുണ്ട്. ഇതെന്റെ അമ്മാവന്റെ മകൻ തന്നെയാണ്, പേരാലൻ. പുള്ളി എന്നോട് ജോലി ചെയ്യുന്നു, എന്നെ സ്ക്രാപ്പിന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഇത് ഭാര്യ അർച്ചന. അർച്ചന ഇത് ഞങ്ങളുടെ അപ്പച്ചിയാണ്. അപ്പച്ചി അപ്പച്ചിയുടെ പേര് വിലാസിനി. അച്ഛന്റെ പെങ്ങള്. അപ്പൊ നിങ്ങള് ചായ ഉണ്ട് എവിടെയോ? ഇന്നലെ പരിചയപ്പെട്ടു. കുഞ്ഞമ്മ. പെങ്ങളെ ഭർത്താവാണ് നമ്മൾ നിൽക്കുന്നത്. പെങ്ങളെ കൊച്ചിരുന്ന് ഓടി നടക്കുന്നുണ്ട്. അവന്റെ പേരെന്താ ചേച്ചി? ചേച്ചിയുടെ പേര് രാഗിത. ഓക്കെ ഓക്കെ. അപ്പൊ ഫോം വിളിച്ചെടുക്കണതാ ചേച്ചി അവിടെ. ഓക്കെ, അടിപൊളി. അപ്പൊ എന്തായാലും ഇനി വിളികൾ വരും ജമൈക്കയിലേക്ക്. ഇപ്പൊ ജമൈക്ക എന്ന് പറയുമ്പോൾ കരീബിയൻ ഐലൻഡ് എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് ഒരുപാട് സുപരിചിതമാണ്. വെസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞാൽ കളിയെ പറ്റിയിട്ടുള്ളൂ. പക്ഷേ ഇവിടുത്തെ ബിസിനസ് സാധ്യതയും ജോലി സാധ്യതയെ പറ്റി എന്നിട്ട് പറയാനുള്ളത്. നിങ്ങളിവിടെ ബിസിനസ് ചെയ്യുന്നുണ്ട്, നേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളല്ലാണ്ട് വേറെ ആരും പറയാനില്ല. അപ്പൊ എന്ത് പറയാനുള്ളത് അതിനെ പറയാം? ജോലി വേക്കൻസി നോക്കുകയാണെങ്കിൽ നേഴ്സിംഗ് നല്ലൊരു വേക്കൻസി ഉണ്ട് ഈ രാജ്യത്ത്. ഒരുപാട് വേക്കൻസി ചെയ്യുന്നത്, പക്ഷേ വളരെ താമസമുണ്ട് പ്രോസസ് ആകാൻ വേണ്ടി. നേഴ്സിംഗിനാണ് നല്ല വേക്കൻസി ഉള്ളത്. അതിന് ഓപ്പർച്യൂണിറ്റി എവിടേക്ക് നമുക്ക് എത്തണ്ടേ? എവിടെ പോയാലും ഇവിടേക്ക് എത്താൻ പറ്റാം. അത് ആക്ച്വലി ഇത് ഒരു ശരിക്കും പറഞ്ഞ ഒരു ഗേറ്റ് വേ മാതിരിയാണ് ജമൈക്ക എന്ന് പറയുന്നത്. കാരണം ഒത്തിരി നേഴ്സസ് ഇവിടെ 2-3 ബാച്ചായിട്ട് വന്നിട്ട് UK, US, കാനഡ, അതുപോലെ തന്നെ മറ്റുള്ള ഐലൻഡ് കുറച്ചുകൂടെ കെയ്മാൻ ഐലൻഡ് കുറച്ച് ഡെവലപ്മെന്റ് ആയിട്ടുള്ള ഐലൻഡിൽ പോകാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ. ഇവിടേക്ക് വരാനായിട്ട് IELTS വേണോ അതോ? ഇവിടുത്തെ IELTS വേണ്ട. അപ്പൊ ഇവിടെയും ആൾക്കാർക്ക് പഠിക്കുമ്പോൾ ട്രൈ ചെയ്യാം. ഇവിടെ എത്ര ഏകദേശം സാലറി എത്ര ഉണ്ടാവും? 1 ലക്ഷം രൂപ ഇന്ത്യൻ മണി എന്തായാലും ഉണ്ടാവും. ചെലവുണ്ട്, ചെലവ് കഴിഞ്ഞിട്ടുണ്ടാവും. കഴിഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞ നാട്ടില് ഈ UK-ലേക്കും അമേരിക്കയിലേക്കും പോണേക്കാൾ ഒരു പടിക്ക് മുമ്പ് നിൽക്കേണ്ട ആവറേജ് ആൾക്കാർക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം. അമേരിക്കയിലേക്ക് 25 ലക്ഷം 30 ലക്ഷം കൊടുത്തിലേക്ക് പോണ ആൾക്കാര് ജോലിയാണ്. അധികം വർക്ക് ലോഡ് ഒന്നുമില്ല, സമാധാനപരമായി നല്ല ആൾക്കാരാണ്. നല്ല മറ്റു സ്ട്രെസ് ജോലിക്കാർ ഇല്ല. ഇത്ര സമയം നിൽക്കണം നമുക്ക് UK-ലേക്കുള്ള പോലെ ഭയങ്കര നല്ല ഈസി ആയിട്ടുള്ള ജോലി. എന്നിട്ട് എന്താ ജോലി ബിസിനസ്സിലേക്ക് മാറിയത്? എനിക്ക് അതിനേക്കാളും ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടി. ജോലിയിൽ നല്ല സുഖമായിരുന്നു. ഞങ്ങൾക്ക് നല്ല ഹാർഡ് വർക്കിംഗ് ഉണ്ടായിരുന്നു എങ്കിൽ പോലും. അപ്പൊ എനിക്ക് തോന്നി ക്ലയൻസുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നി നല്ല അഫോർഡബിലിറ്റി, ഇപ്പൊ പ്രൈസ് ഓരോ പ്രൊഡക്ഷനുള്ള അഫോർഡബിലിറ്റി, പിന്നെ അവൈലബിലിറ്റി ഭയങ്കര കുറവായിരുന്നു ഇവിടെ. അപ്പൊ അങ്ങനെ എനിക്ക് കുറെ സർജന്മാരൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്ത് അതിന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ക്ലയൻസിന്, ഈ ഗവൺമെന്റിലുള്ള ക്ലയൻസിനെ കൂടി ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് കമ്മ്യൂണിറ്റി ഹെൽപ്പിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട്. ആ ചോദ്യത്തിനുള്ള മറുപടി തന്നപ്പോൾ അതൊരു ബിസിനസ്സുകാരി ഉണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് മറുപടി വരില്ല. ഓക്കെ, അപ്പോൾ നേഴ്സിംഗിന്റെ കാര്യം ഇനി ബിസിനസ് സാധ്യതകളെ പറ്റിയിട്ട് എന്നിട്ട് പറയാനുള്ള ബിസിനസ് ഞാൻ സ്ക്രാപ്പാണ് മെയിനായിട്ട്. ഈ ആൾക്കാരുടെ ഒരു സ്റ്റൈല് വെച്ചിട്ട് ഇവര് യൂസ് ആൻഡ് ത്രൂ, അതായത് ഒരു സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അത് നമ്മുടെ നാട്ടിലെ പോലെ അത് ഫിക്സ് ചെയ്തില്ല, അത് യൂസ്. അങ്ങനെയാണ് 3 മില്യൺ പോപ്പുലേഷൻ ഏരിയ ആയിട്ട് സ്ക്രാപ്പ് മെറ്റീരിയൽ കൂടുതലായിട്ട് കിട്ടുന്നത്. ഒരുപാട് സ്ക്രാപ്പ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ കാറിന്റെ ബാറ്ററി ആയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്, ഇവരെ നമ്മൾ എടുത്തന്നേരം യൂസ് ചെയ്യുന്നത്. അപ്പം ഒരുപാട് സ്ക്രാപ്പ് മെറ്റീരിയൽ കിട്ടും, അത് നല്ലോണം എക്സ്പോർട്ട് ചെയ്യാൻ. ഇത് നമുക്ക് നമ്മുടെ ക്ലയൻസിനോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലുള്ള എവിടെയാണ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് എടുക്കാൻ പറ്റുമോ? നിങ്ങൾ എവിടേക്ക് സെല് ചെയ്യണത്? ഞങ്ങള് മാക്സിമം പോകുന്നത് ചൈനയ്ക്ക് പോകണം. അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ നമുക്ക് ഭക്ഷണമായിട്ട് ആദ്യം തന്നെ ചക്ക, നല്ല ചൊളച്ചക്കടാ. മധുരം ഉണ്ടോ അവിടുത്തെ? കാണുമ്പോ കൊതിയാവ് ചെയ്യണോ നോക്കി നിങ്ങള്. ഫുള്ള് ചക്കടാ, നല്ല മധുരം ഉണ്ടോ അല്ലേ?
നാളെ നമ്മളെ കഞ്ചാവ് എപ്പിസോഡാണ് നമ്മളെ. നാളെ വലിച്ച് നമ്മൾ വയ്യാണ്ടാവും. നാളെ ഒരു പുക എപ്പിസോഡാണ്. One love, welcome to Jamaica. Shut him, no man.